ഉദ്ഘാടന തലേന്നും വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റിനെ ചൊല്ലി രാഷ്ട്രീയ പാർട്ടികളുടെ തർക്കം മുറുകുകയാണ്. പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് ഉമ്മൻചാണ്ടി സർക്കാരാണെന്ന അവകാശവാദവുമായി UDF നേതൃത്വം ഒന്നടങ്കമെത്തി. വിഴിഞ്ഞത്ത് ഉമ്മൻചാണ്ടിക്ക് നന്ദി പറഞ്ഞുള്ള പോസ്റ്ററുകളും കോൺഗ്രസ് പ്രവർത്തകർ വ്യാപകമായി പതിപ്പിച്ചു. എല്ലാ തടസ്സങ്ങളും അതിജീവിച്ച് തുറമുഖം യാഥാർത്ഥ്യമാക്കിയത് LDF സർക്കാരാണെന്ന് CPM-ഉം വാദിക്കുന്നു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നേരവകാശം സ്ഥാപിച്ചെടുക്കാൻ മത്സരിക്കുകയാണ് ഇടതു വലതു മുന്നണികളും BJP-യും. തുറമുഖ കമ്മീഷനിങ്ങിന് മണിക്കൂറുകൾ മാത്രം ബാക്കി. അപ്പോഴും തീരുന്നില്ല രാഷ്ട്രീയ തർക്കങ്ങൾ. തുറമുഖത്തിന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്ന ആവശ്യവും കോൺഗ്രസ് ശക്തമാക്കുകയാണ്. ഉമ്മൻചാണ്ടിക്ക് നന്ദി പറഞ്ഞുള്ള പോസ്റ്ററുകളും വിഴിഞ്ഞത്ത് നിറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കാലത്ത് ആ കൗണ്ട് ഡൗൺ പറഞ്ഞിരിക്കുന്ന സമയമനുസരിച്ച് ഉള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്തു. അതേ ഫോമിലാണ് 2016 വന്ന ഈ ഗവൺമെന്റ് അത് ചെയ്തിരുന്നെങ്കിൽ 2019 ഉദ്ഘാടനം ചെയ്യായിരുന്നു. പിന്നെ എഗ്രിമെന്റ് ഉണ്ട്, ഗവൺമെന്റും അവരും തമ്മിൽ എഗ്രിമെന്റ് ഉണ്ട്. ആ എഗ്രിമെന്റിൽ 2017 റോഡ് കണക്ടിവിറ്റി മുഴുവൻ തീർക്കാന്നാണ്. ഇത് 2025 ആരംഭിച്ചിട്ട് പോലുമില്ല. തുറമുഖ നിർമ്മാണം സ്തംഭിപ്പിച്ച സമരത്തിന് പിന്നിൽ ആരെന്ന് ജനങ്ങൾക്കറിയാമെന്ന് CPM പറയുന്നു. ക്രെഡിറ്റ് ആർക്ക് നൽകണമെന്ന് ജനങ്ങൾ തീരുമാനിക്കുമെന്ന് ഇന്നലെ മുഖ്യമന്ത്രിയും വ്യക്തമാക്കി. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചാണ് പിണറായി സർക്കാർ തുറമുഖം യാഥാർത്ഥ്യമാക്കിയതെന്നാണ് ഇടതു നിലപാട്. കേരളത്തിന് 40 വർഷം വേണം ഇത് ഈ പോർട്ടിൽ നിന്നുള്ള ലാഭം കിട്ടാൻ. ഇങ്ങനൊരു കരാറ് വളരെ വിചിത്ര. അത് പറഞ്ഞിട്ടുണ്ട്, അത് ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് പറയുമ്പോൾ തന്നെ ഇത് വിടിഞ്ഞ ആവശ്യമുണ്ട്. ഇങ്ങനെയാണെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണം. അതുകൊണ്ടാണല്ലോ ഇടതുപക്ഷം അതിന്റെ മാനിഫെസ്റ്റോയില് 2016 മാനിഫെസ്റ്റോയില് വിഴിഞ്ഞത്തെ ഈ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലും വിഴിഞ്ഞം കരാറിനെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് പറഞ്ഞത്. അത് മുന്നോട്ട് കൊണ്ടുപോയി. ഉദ്ഘാടന ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതിനെ ചൊല്ലിയുള്ള വിവാദവും അവസാനിക്കുന്നില്ല. ഇവിടെ മുഖ്യമന്ത്രി ഇന്നലെ പച്ച കള്ളം പറയാം. ഒന്ന്, ഇതിന്റെ അവകാശവാദം ഏറ്റെടുക്കുന്നത് ഒന്നാമത്തെ തെറ്റ്. 2, പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്ത മൂന്നാമത്തെ തെറ്റ്. കേന്ദ്രത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഒരു പഞ്ചായത്ത് മെമ്പർ പോലും അല്ലാത്ത BJP-യുടെ സംസ്ഥാന പ്രസിഡന്റിനെ ഡയസിൽ ഇരുത്തുന്നത് മൂന്നാമത്തെ തെറ്റ്. ക്ഷണിച്ചുകൊണ്ടുപോകാൻ ഇത് കല്യാണമൊന്നുമല്ലല്ലോ എന്നായിരുന്നു തോമസ് ഐസക്കിന്റെ പരിഹാസം കലർന്ന മറുപടി. ക്ഷണിച്ചല്ലോ, അപ്പോ ക്ഷണിച്ചു കഴിഞ്ഞാൽ പിന്നെ വേണ്ട വിധത്തിലായില്ല ക്ഷണം എന്ന് ഞാൻ പറയുന്ന ഇത് ആരുടെങ്കിലും വീട്ടിലെ കല്യാണമല്ലല്ലോ, നമ്മുടെ നാട്ടിലെ പ്രശ്നമല്ലേ. ആ വീക്ഷണത്തിൽ അതെടുത്ത് സഹകരിച്ചു പോയാണ് വേണ്ടത്. അതിനിടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പത്രങ്ങളിൽ നൽകിയ പരസ്യത്തിൽ സംസ്ഥാന സർക്കാർ പ്രധാനമന്ത്രിയെയും പ്രാധാന്യത്തോടെ ഉൾപ്പെടുത്തി. ഇന്നലെ കേന്ദ്രത്തിന്റെ പരസ്യത്തിൽ മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും പൂർണ്ണമായും തഴഞ്ഞിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം.